ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? ആത്മീയ വളർച്ച. ആത്മീയ വളർച്ച എന്താ നമുക്ക് നോക്കാം. പൊതുവായി ചെയ്യേണ്ട ആത്മീയ കാര്യങ്ങൾ പൊതുവായി തന്നെ ചെയ്യുക. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന തുടങ്ങിയവ. നാം ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന ഭക്തി അഭ്യാസങ്ങൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ പ്രതിജ്ഞകളിൽ അയവുവരുത്തേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കുക. അത് മറ്റുള്ളവർക്ക് ചില ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടിയാകണം. മനമടുപ്പ് കൊണ്ടോ മടി കൊണ്ടോ നമ്മുടെ പ്രതിജ്ഞകളിൽ നാം അയവ് വരുത്തരുത്. പൈശാചിക ആക്രമണങ്ങളെ ഉടനെ എതിർക്കാൻ പഠിക്കണം. ഭോജനപ്രിയത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ജഡമോഹങ്ങൾ എളുപ്പത്തിൽ നിന്നെ കീഴ്പ്പെടുത്തും. ഒരിക്കലും മടി പിടിച്ചിരിക്കരുത്. വായിക്കുകയോ എഴുതുകയോ ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ ശാരീരിക അധ്വാനം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.